പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഒരു അനുഗ്രഹമേറിയ ഒരു പ്രഭാതയാമം കൂടെ സ്വർഗത്തിലെ വലിയനായി ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചതുകൊണ്ട് ഇപ്രകാരം ഒരു നല്ല സന്ദർഭം കൂടെ കർത്താവ് നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന ദൈവത്തെ നമുക്ക് എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. പ്രിയരെ, ഇന്ന് പ്രഭാതത്തിൽ പ്രൈസ് ലോർഡ് നമുക്ക് അല്പനിമിഷം തിരുവചനമായിട്ട് ഒരു ചെറിയൊരു ചിന്ത നമുക്ക് ഷെയർ ചെയ്യുന്നത് അത് വളരെ ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, നമുക്ക് ഒരു കർത്താവിനോട് അല്പനിമിഷം പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവ്, ഇന്നത്തെ പ്രഭാതം ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് ദാനമായി നൽകിയല്ലോ എന്നോർത്തങ്ങേ ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നപ്പ. എത്രയോ അനേകായിരങ്ങൾ അകാല മരണങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുമ്പോൾ അനേകർ മരിച്ചു മൺമറിഞ്ഞ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്നു. കർത്താവെ, എത്രയോ പേർ വ്യാധിസ്ഥരായി കർത്താവെ ഹല്ലേലൂയ ആയിത്തീരുമ്പോൾ ഹോസ്പിറ്റലുകളിലും വീടുകളിലും ഒക്കെ ആയി വിശ്രമിക്കുമ്പോൾ കർത്താവ് ഞങ്ങൾ എത്രത്തോളം കാത്തു സൂക്ഷിച്ചു പരിപാലിച്ച വിധങ്ങളെ ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ലപ്പ. എങ്കിലും കർത്താവ്, ഇന്ന് പ്രഭാതം ഞങ്ങൾക്ക് ജീവനുള്ളവരുടെ ദേശത്തെ ജീവനുള്ള ദേഹികളായി ഞങ്ങളെ കർത്താവ് കാത്തു സൂക്ഷിച്ചു പരിപാലിച്ചതിനായി സ്തോത്രം. കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ അല്പനിമിഷങ്ങൾ ഞങ്ങൾ ചെലവഴിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് ഞങ്ങളോട് കൂടെ ഇരിക്കണം. അങ്ങയുടെ വലിയൊരു സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഹോവേ, യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ വാഴ്ത്തുന്ന കർത്താവെ സ്തോത്രം ചെയ്യണം. അനുഗ്രഹിച്ചാട്ട് കർത്താവെ, കൃപയാൽ അങ്ങ് നിറച്ചു കൊള്ളണമേ. കേൾവിക്കാരെ ഒരുക്കണമേ കർത്താവെ. കേൾക്കുന്ന വചനം ഞങ്ങൾക്ക് അനുഗ്രഹമായി മാറണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. கர்த்தருக்குள் பிரியமானவர்களே, இன்று அதிகாலவேளையில் கர்த்தருடைய முகத்தை நோக்கி பிரைஸ் லார்ட் ஹல்லேலூயா வருவதற்காக தேவன் நமக்கு கொடுத்திருக்கிறதான இந்த நல்ல சந்தர்ப்பங்களுக்காக நான் நன்றி செலுத்துகிறேன். பிரைஸ் லார்ட் ஹல்லேலூயா. கர்த்தருடைய பிள்ளைகளே, நாம் ஆரும் செய்கிறதான நல்ல காரியங்களை கண்டு அல்ல, பின்னையோ தேவனுடைய மகாபெரிய தயவு, அவருடைய அன்பு, அவருடைய இரக்கம், அவருடைய கிருபை ஒன்றுதான். பிரைஸ் லார்ட் ஹல்லேலூயா. அவருடைய வருகை சிறிது நேரம் தாமதமாகிவிட்டதினாலே அவருடைய சமூகத்தில் ஹல்லேலூயா அமர்ந்திருந்து தேவனை துதிக்கும்படியாக கர்த்தர் கொடுத்த இந்த நல்ல ஸ்லாக்கியத்திற்காக, நல்ல பாக்கியத்திற்காக தேவனுக்கு நான் மறுபடியும் நன்றி செலுத்துகிறேன். பிரைஸ் லார்ட். கர்த்தருக்குள் பிரியமானவர்களே, முன்பே தேவனுடைய ராஜ்யத்தையும் நீதியும் தேடுங்கள், அதோடு உங்களுக்கு எல்லாவற்றையும் கூடவே கொடுக்கப்படும் என்று தேவன் சொல்லியிருக்கிறார். பிரைஸ் லார்ட், ஹல்லேலூயா. கர்த்தருடைய பிள்ளைங்களே, அது மட்டுமா? ஹல்லேலூயா. வானம் பூமியும் ஒழிந்து போம், தேவனுடைய வார்த்தைகளோ ஒழிந்து போவதில்லை என்று வேதம் சொல்லப்படுகிறது. பிரைஸ் லார்ட். கர்த்தருடைய பிள்ளைங்களே, அவர் சொன்னால் ஆகும். ஹல்லேலூயா. இன்று அதிகால வேளையில் எந்த வேதனையோடு, துக்கத்தோடு, பாரத்தோடு, பிரச்சனைகளோடு நீங்கள் இருக்கிறீர்களா? கர்த்தருடைய சமூகத்தில் வாருங்கள். ஒன்று சேர்ந்து தேவனை நாம் துதிப்போம், ஆராதிப்போம். அவர் நல்லவர், அவர் மகத்துவமுள்ள தேவன். ஹல்லேலூயா. இஸ்ரவேலின் தேவன், அவர் மகிமையுள்ள தேவன். அவர் நம்மோடு கூட இருக்கிறார், அவர் நம்மோடு கூட வாசம் பண்ணுகிற தேவனாக இருக்கிறார். ஹல்லேலூயா. பிரைஸ் லார்ட். കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഹല്ലേലൂയ. പലപ്പോഴും നാം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കാറില്ല എന്ന്. ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കാറില്ല എന്ന് പറയുന്ന എത്രയോ പേര് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ലോർഡ്. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന പ്രഭാതത്തിൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവ് നമ്മോട് കൂടെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നമ്മോട് കൂടെ ഉണ്ടോ? ആ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഇതാണ് നാം ചിന്തിക്കേണ്ടത്. ജീവിക്കുന്ന ദൈവവൈതലേ, നാം എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യത, എല്ലാം ഞാൻ എൻ്റെ കർത്താവിൽ അങ്ങ് പരമേൽപ്പിച്ചു എന്ന് പറയുന്ന എത്രയോ പേരെ കാണുവാൻ കഴിയുന്നു. എന്നാൽ ചിന്തിച്ചു കൊള്ളണമേ, കർത്താവ് നമ്മോടൊപ്പം ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 41 മുതലുള്ള ചില വാക്യങ്ങളെ ഞാനിവിടെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 41 മുതലുള്ള ചില വാക്യങ്ങളെ ഞാനിവിടെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, അതിങ്ങനെയാണ്. അവൻ്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവുപോലെ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞു മടങ്ങി വരുമ്പോൾ ബാലനായ യേശു യെരുശലേമിൽ താമസിച്ചു.
പ്രൈസ് ലോർഡ്. കർത്താവിൽ പ്രിയരെ നോക്കണമേ, യേശുവിൻ്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും അവർ പെസഹ പെരുന്നാൾ അവർ പണ്ടിക ആചരിക്കുന്നതിന് വേണ്ടി അവർ യെരുശലേമിലേക്ക് കടന്നു പോകുന്ന ഒരു പതിവ് അവർക്കുണ്ട്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ 12 വയസ്സുള്ള യേശുവിനെയും അല്ലെങ്കിൽ ഈ ബാലകനെയും കൊണ്ടാണ് അവർ അന്ന് കടന്നു പോകുന്നത്. എന്നാൽ എന്താണ് സംഭവിച്ചത്? ബാലനായ യേശു യെരുശലേമിൽ താമസിച്ചു എന്ന് പറഞ്ഞാൽ അവർ ആ പെസഹ പണ്ടികയല്ല അല്ലെങ്കിൽ ഈ പെരുന്നാളെല്ലാം കഴിഞ്ഞ് അവർ അവിടുന്ന് പുറപ്പെട്ട് അവർ കടന്നു വരികയാണ്. എന്നാൽ ബാലനായ യേശുവോ ആ യെരുശലേമിൽ തന്നെ പാർത്തിരുന്നു എന്നാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രൈസ് ലോർഡ്. അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല. എന്നാൽ ഇവർ ചിന്തിക്കുന്നത്, ഈ മാതാപിതാക്കൾ എന്താണ് ചിന്തിച്ചത്? യേശു അല്ലെങ്കിൽ അവരുടെ മകൻ അവരോടൊപ്പം ഉണ്ടെന്നാണ് അവർ ചിന്തിച്ചിരുന്നത്. അങ്ങനെയാണ് അവർ യാത്രയായത്. പ്രിയമുള്ള ദൈവമക്കളെ, ഇത് നോക്കണമേ, സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്നവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. ഒരു ദിവസം മുഴുവൻ അവർ യാത്ര ചെയ്തു. അവർ ചിന്തിക്കുന്നത് അവരുടെ മകൻ അവരോടൊപ്പമുള്ള മറ്റുള്ള യാത്രക്കാരുടെ കൂടെ ഉണ്ടാവും എന്ന് മാത്രമാണ് അവർ ചിന്തിച്ചിരുന്നത്. നോക്കണമേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരഞ്ഞു. ഒരു ദിവസം കഴിഞ്ഞ് അവരെന്താണ് ചെയ്തത്? അവർ യേശുവിനെ തിരയാൻ തുടങ്ങി. യേശുവിനെ അവർ എവിടെയാണെന്നുള്ളത് അവർ അന്വേഷിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് തന്നെ മടങ്ങി വന്നു. അപ്പോൾ ഒരു ദിവസം യാത്ര ചെയ്തതിന് ശേഷം അവർ തൻ്റെ സഹയാത്രക്കാരോടൊക്കെ അവർ ചോദിച്ചു, യേശുവിനെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടോ? യേശുവിനെ എവിടെയെങ്കിലും കണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷമായിട്ട് പ്രിയരെ അവരെന്താണ് ചെയ്തത്? വീണ്ടും അവർ യെരുശലേമിലേക്ക് മടങ്ങിപ്പോരുന്നതായിട്ടാണ് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള ദൈവമക്കളെ, ഈ മാതാപിതാക്കൾ യെരുശലേമിലെത്തി അവർ നോക്കുമ്പോൾ എന്താണ് സംഭവം? എന്താണ് കാണുവാൻ കഴിഞ്ഞത്? വലിയ വലിയ ഉപദേഷ്ടാക്കന്മാരുടെ കൂടെ, വലിയ വലിയ ആൾക്കാരുടെ കൂടെ സ്റ്റേജിലിരുന്ന ഈ 12 വയസ്സുള്ള മകൻ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, വലിയ വലിയ വിഷയങ്ങളെ അവർ സംസാരിക്കുന്നതാണ് അവർക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ്റെ വാക്ക് കേട്ടവർക്ക് എല്ലാവർക്കും അവൻ്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. കർത്താവിൻ്റെ വാക്കുകൾ അത് വലിയ വലിയ വാക്കുകളാണ്. ഒരു സാധാരണ ഒരു 12 വയസ്സുള്ള ഒരു കുട്ടി പറയുന്നത് പോലുള്ള അല്ല. എന്നാൽ ആ യേശുവിൻ്റെ ആ വാക്കുകളും വാർത്തകളും കേൾക്കുമ്പോൾ ഈ അമ്മയപ്പന്മാർക്ക് വിസ്മയമുണ്ടായി. അവർക്ക് അതിശയം തോന്നി. ഇതെന്താണ്? എൻ്റെ മകനാണോ അല്ലെങ്കിൽ ഈ മകനാണോ? 12 വയസ്സുള്ള മകനാണോ ഈ സംസാരിക്കുന്നുള്ളവർക്ക് അതിശയമുണ്ടായി. പ്രൈസ് ലോർഡ്. എന്നാൽ അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. അമ്മ ഓടി വന്ന, മകനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? അമ്മ ചോദിക്കുക, മകനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിൻ്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞുവെന്ന് നിനക്കറിയില്ലയോ മകനെ? നീ ഓർക്കുന്നില്ലയോ എന്താണ് നീ ഇങ്ങനെ ചെയ്തതെന്ന്? പ്രിയമുള്ളവരെ, ഈ അമ്മ യേശുവിനോട് ചോദിക്കുകയാണ്. എന്നാൽ യേശുവിൻ്റെ മറുപടി വളരെ വ്യത്യസ്തമായിരുന്നു. യേശു പറയുകയാണ് അവരോട്, എന്നെ തിരഞ്ഞത് എന്ത്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, ഇന്ന് പ്രഭാതത്തിൽ നാം ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നാം പലപ്പോഴും നാം ചിന്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പാടുന്നു, പ്രസംഗിക്കുന്നു, മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ചോദിക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഈ യേശു എൻ്റെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ യേശു നിങ്ങളോടൊപ്പം ഉണ്ടെന്ന്? ആമേൻ, ഹല്ലേലൂയ. യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന മാതാപിതാക്കൾ അവർ പെസഹ പെരുന്നാൾ കഴിഞ്ഞ് ഒരു ദിവസത്തെ വഴി യാത്ര ചെയ്തതിന് ശേഷമായിട്ട് അപ്പോഴാണ് അവർ യേശുവിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇന്ന് പലരുടെയും ജീവിതം അങ്ങനെ തന്നെയാണ്. ഇന്ന് പ്രഭാതത്തിൽ ഒരു പുതിയ ചിന്ത നിങ്ങൾ ചിന്തിച്ചു കൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കുന്നത് കൊണ്ടോ, നാം പാടുന്നത് കൊണ്ടോ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ യേശു നമ്മോടൊപ്പം ഉണ്ടായിരിക്കണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം നമ്മെ തന്നെ ശോധന ചെയ്ത് നമ്മുടെ ഹൃദയങ്ങളെ കീറി മുറിച്ചുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ദൈവ പൈതലേ, നീ കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു വരണം. നിന്നെ തന്നെ നീ ശോധന ചെയ്യണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ, അങ്ങ് എന്നോടൊപ്പം ഉണ്ടോ? ഒരു ദിവസമെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ സഹോദരനെ? ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ സഹോദരിയെ, ഒരു ദിവസമെങ്കിലും, ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ യേശുവേ അങ്ങ് എന്നോട് കൂടി ഉണ്ടോ എന്ന്? ഗ്ലോറി ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രയോ പേർ ഇങ്ങനെയുള്ള അതായത് ചിന്തകളിലൂടെയാണ് കടന്നു പോകുന്ന. പ്രിയരെ, ഞാൻ ഒരു കാര്യം വ്യക്തമായും പറയുകയാണ്. നമ്മുടെ അരുമനാഥൻ്റെ വരവ് സമീപമായിരിക്കുന്ന ഈ നാളുകളിൽ
ഹല്ലേലൂയ, ഹല്ലേലൂയ. അരുമനാഥൻ്റെ വരവ് സമീപമായിരിക്കുന്നു. കർത്താവിൻ്റെ നാൾ കള്ളൻ വരുന്നത് പോലെ കർത്താവ് വരും എന്ന് പറഞ്ഞാൽ, കള്ളൻ വരുന്നത് ആരോട് പറഞ്ഞിട്ടല്ല വരുന്നത് എന്ന് പറഞ്ഞാൽ, കള്ളൻ വരുമ്പോൾ മണിയടിച്ചിട്ടല്ല, ബെല്ലടിച്ചിട്ടല്ല വരുന്നത്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഉറങ്ങുന്ന സമയം നോക്കി, ആരുമില്ലാത്ത സമയം നോക്കിയാണ് കള്ളൻ വരുന്നത്. അതുപോലെ തന്നെ കർത്താവിൻ്റെ നാൾ വരും പ്രിയരെ. ഇത് സുപ്രസാദ കാലം, ഇത് രക്ഷാ ദിവസം. ഈ നിമിഷങ്ങളെ, ഈ സന്ദർഭങ്ങളെ നിങ്ങൾ ഹല്ലേലൂയ നഷ്ടമാക്കിയാൽ, സഹോദരനെ, സഹോദരിയെ, നിങ്ങൾ എവിടേക്ക് പോകും? ആ കാഹളത്തിൻ്റെ ധ്വനി കേൾക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവ പൈതലേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി നിങ്ങൾ സമർപ്പിക്കണം. ഇന്ന് പ്രഭാതത്തിൽ ഒരു പുതിയ ചിന്ത, ഒരു പുതിയ തീരുമാനം, പുതിയ ഒരു പ്രതീക്ഷയോട് കൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് വരാം. ഹല്ലേലൂയ. നമുക്ക് കർത്താവിനോട് ചോദിക്കാം, അപ്പാ, അങ്ങ് എന്നോടൊപ്പം ഉണ്ടോ? അങ്ങയുടെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചോദിക്കാം, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് വരാം. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ പാപങ്ങളെ, നമ്മുടെ ശാപങ്ങളെ വഹിക്കുവാൻ വേണ്ടി മാത്രമാണ്, നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മളെ വിടുതലയാക്കുവാൻ വേണ്ടി മാത്രമാണ് കർത്താവ് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. നിൻ്റെയും എൻ്റെയും പാപത്തിന് പരിഹാരമായി, നിൻ്റെയും എൻ്റെയും ശാപത്തിന് പരിഹാരമായി. നമ്മുടെ മുർപിതാക്കൾ, നമ്മുടെ പാരമ്പര്യം നമുക്ക് പറയുമ്പോൾ, നമ്മുടെ പിതാക്കന്മാരുടെ കാലം മുതൽ അവർ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ കിടക്കുക പ്രിയരെ. ഹല്ലേലൂയ. ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യങ്ങളെ ചെയ്തു കുട്ടി എത്രയോ കാര്യങ്ങളുണ്ട് പറയുവാൻ. എന്നാൽ ഒരു നിമിഷം ചിന്തിച്ചു നോക്കണമേ പ്രിയരേ. ഹല്ലേലൂയ. കർത്താവിനോട് ചോദിക്കണം, അപ്പാ, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുവോ? അങ്ങ് എന്നോടൊപ്പം ഉണ്ടോ അപ്പാ? ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ അങ്ങ് എന്നോട് കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ചിന്തിച്ചത്. എന്നാൽ അങ്ങ് എന്നോട് കൂടെ ഉണ്ടോ? പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ചിന്തിച്ച് നോക്കണമേ. കർത്താവിനോട് നമുക്ക് ചോദിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയപ്പന്മാർ, ആ മാതാപിതാക്കൾ ചിന്തിച്ചിരുന്നത് എന്താണ്? തങ്ങളുടെ മകൻ തങ്ങളോട് കൂടി ഉണ്ടെന്നാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീവിതത്തിൽ നാം ഏമാന്ത് പോകരുത് ദൈവ പൈതലേ. ഹല്ലേലൂയ. നാം ജീവിതത്തിൽ വഞ്ചിക്കപ്പെട്ടു പോകരുത്. കർത്താവ് നമ്മോടൊപ്പം ഉണ്ട്. ചിലർ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത് കേൾക്കാം, കർത്താവേ നീ എല്ലാം കണ്ടുകൊള്ളണമേ, കർത്താവേ നീ എല്ലാം എല്ലാം നോക്കിക്കൊള്ളണമേ എന്ന് അങ്ങ് ഒറ്റ വാക്കുകൊണ്ട് പരമേൽപ്പിച്ച് കിടന്നുറങ്ങുന്ന എത്രയോ സഹോദരങ്ങളെ കാണുവാൻ കഴിയും. ചോദിച്ചാൽ പറയും ക്ഷീണമാണെന്ന്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവ പൈതലേ, നീ ക്ഷീണമാണെന്ന് ചിന്തിക്കുന്നിടത്തോളം കാലം നീ വഞ്ചിക്കപ്പെടുകയാ. കർത്താവിൻ്റെ സാന്നിധ്യം നിന്നോടൊപ്പം ഉണ്ടാവുകയില്ല എന്ന് നീ മനസ്സിലാക്കണം. കാരണം എന്തുകൊണ്ടെന്നാൽ, ഹല്ലേലൂയ, കണ്ണുനീരോടെ, പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ ലോകമെങ്ങും ഹല്ലേലൂയ അനേക ഭക്തന്മാർ അല്ലെങ്കിൽ അനേക ദൈവമക്കൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മെപ്പോലുള്ളവർ അല്ലെങ്കിൽ ഇന്നൊക്കെ അനേകർ എങ്ങനെയാണ് അവർ പറയുന്നത്? എല്ലാ കർത്താവേ നീ എല്ലാം കാത്തുകൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ പൈതലെ, നിന്നെ കർത്താവ് അറിയുന്നില്ല എന്നത് നീ ഓർത്തുകൊള്ളണം. കർത്താവ് നിന്നെ അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ സാന്നിധ്യം നിന്നോട് ഇവിടെ ഇല്ല എന്നത് നീ മനസ്സിലാക്കിക്കൊള്ളണമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വിശ്വാസമെന്ന പോർക്കളത്തിൽ നിന്ന് പട്ടുപോകാതെ വേണം. ഈ വിശ്വാസ പോർക്കളത്തിൽ യേശുവിൻ്റെ വലിയൊരു സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടെന്ന് വിശ്വസിക്കുകയും ഉറയ്ക്കുകയും ചെയ്തുകൊണ്ട് അതോടൊപ്പം കർത്താവുമായിട്ടുള്ളൊരു ബന്ധം നമുക്കുണ്ടാകട്ടെ, ഒരു അഭേദ്യ ബന്ധം നമുക്കുണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവ പൈതലേ, അങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഹല്ലേലൂയ, നിശ്ചയമായും കർത്താവുമായിട്ട് നമുക്ക് യാതൊരുവിധ ബന്ധവും ഉണ്ടാവുകയില്ല എന്നത് മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി എന്നെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഒരു പക്ഷേ നാം വലിയൊരു പാസ്റ്റർ വല്ലതൊക്കെ ആയിരിക്കാം, ഹല്ലേലൂയ, അല്ലെങ്കിൽ നമ്മൾ വലിയൊരു പോസ്റ്റിങ്ങിലൊക്കെ ആയിരിക്കാം, ഹല്ലേലൂയ. ഈ ലോകത്തിലെ ജനങ്ങൾ നമ്മെ മതിക്കുന്നുണ്ടായിരിക്കാം, എന്ന് വെച്ചാൽ നമ്മളെ വലിയ തോതിൽ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടെ നമ്മളായിരിക്കാം. ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളണമേ, കർത്താവിൻ്റെ സാന്നിധ്യം ഈ പോസ്റ്റിങ്ങിലോ പദവികളിലോ ഒന്നും അല്ല. ഹല്ലേലൂയ. കർത്താവ് അങ്ങനെയൊന്നും നമ്മളോട് സഹകരിക്കുന്ന ഒരു ദൈവം അല്ല. കർത്താവ് വിശുദ്ധനാണ്, വിശുദ്ധനായ ദൈവം. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ പരിശുദ്ധത്തെ കർത്താവ് നോക്കുന്ന ഒരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവ പൈതലേ, അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും ഉപദേശങ്ങളും പ്രമാണിച്ച് നടക്കുവാൻ ഈ നാളുകളായി സ്വർഗത്തിലെ വലിയനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗ്ലോറി ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആകയാൽ ദൈവ മക്കളെ, അമ്മയപ്പന്മാർ തിരഞ്ഞത് ഒരു ദിവസം കഴിഞ്ഞാൽ
ഹല്ലേലൂയ. ദൈവമക്കളെ, നാം ഓരോ മിനിറ്റുകളും കർത്താവിനോട് ചോദിക്കണം, കർത്താവേ അങ്ങ് എന്നോട് കൂടെ ഉണ്ടോ? അങ്ങയുടെ സാന്നിധ്യം എൻ്റെ മേലുണ്ടോ? കർത്താവേ അങ്ങ് എന്നോട് സംസാരിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പാ, ഈ ഞങ്ങൾ ഓടിയത് അധ്വാനിച്ചത് ഒന്നും വെറുതായി പോകരുതേ, ഞങ്ങൾക്കൊന്നും നഷ്ടമായി തീരരുതേ എന്ന ദൈവമക്കളെ നമുക്ക് ദൈവത്തോട് പറയാം. ഹല്ലേലൂയ. ഒരു ഉറച്ച തീരുമാനമെടുക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കൊരു നല്ല തീരുമാനമെടുക്കാം. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് വരാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും നാം ആരാധിക്കുമ്പോൾ നിശ്ചയമായും ആ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമുക്കുണ്ടാകും. ഗ്ലോറി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ദൈവമക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന പ്രഭാതത്തിൽ നാം കേട്ടതായ വചനം നമുക്ക് വളരെ അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയരെ. ഹല്ലേലൂയ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ കേട്ടതായി വചനം അപ്പാ, ഹല്ലേലൂയ, അങ്ങയുടെ വലിയൊരു സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കും. ഞങ്ങൾ പുതിയ തീരുമാനമെടുത്ത് പുതിയ പ്രതിഷ്ഠയെടുത്ത് ഇന്ന് പ്രഭാതത്തിൽ കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ഒരു സമർപ്പണ സ്വഭാവം ഞങ്ങൾക്കുണ്ടാകട്ടെ രാജ. അങ്ങയുടെ വരവ് സമീപമായിരിക്കുന്ന നാളുകളിൽ അങ്ങ് രാജാതി രാജാവായി വരാൻ പോകുന്ന സമയത്ത് കർത്താവെ ഞങ്ങളെ തന്നെ പൊടിയോളം താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് അടുത്ത് വരുവാൻ സ്വർഗ്ഗമേ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ പെരുകുമാറാകട്ടെ. അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേലുണ്ടാകട്ടെ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മേലുണ്ടാകട്ടെ. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകി മുദ്രയിടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവേ, കേൾവിക്കാരായിട്ടുണ്ട് അവരുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കും. കൃപ കൂടെ ഇരുന്ന് ബലപ്പെടുത്തണം, ശക്തീകരിക്കണം അപ്പ. സകലത് ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമ രക്ഷകൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയരെ, ഹല്ലേലൂയ. പ്രത്യേകിച്ച് റോസ് ഫാമിലിയുടെ എല്ലാ അഡ്മിന്മാർക്കും ഞാനൊരു പ്രത്യേകം നന്ദി ഞാൻ ഈ സമയം ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരു നന്ദി പറയുകയാണ്. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഒരു മനോഹരമേറിയ പ്രഭാതം ദൈവം നമുക്ക് തന്നുവല്ലോ. ഞാൻ അതിനായി വീണ്ടും കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കേൾവിക്കാരായിട്ടുണ്ടായിരുന്ന എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. പ്രിയരെ, ഈ വേദഭാഗം അല്ലെങ്കിൽ ഇന്ന് രാവിലെ കേട്ടതായ ഈ സന്ദേശം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ കരുതുകയാണ്, ഞാൻ വിശ്വസിക്കുകയാണ്, ഞാൻ ഉറക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ താഴ്ത്തി ഏൽപ്പിച്ച് കൊടുക്കാം. ഹല്ലേലൂയ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. കാരണം എന്തുകൊണ്ടെന്നാൽ ആ അപ്പൻ്റെ സഹായത്തോടു കൂടിയ അപ്പൻ്റെ ആദരവ്, അപ്പൻ്റെ ഒരു വലിയ സാന്നിധ്യം നമുക്ക് മുൻപിലുണ്ട്. ഇസ്രായേൽ മക്കളെ മരുഭൂമി വഴിയിൽ കർത്താവ് വഴി നടത്തിയ ഒരു ദൈവമാണ്. നമ്മയും വഴി നടത്തുവാൻ ശക്തനാണ്. ആകയാൽ ഇന്ന് പ്രഭാതത്തിൽ പ്രിയരെ, നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തോട് ചോദിക്കാം, കർത്താവേ അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കർത്താവുമായിട്ടുള്ളൊരു അഭേദ്യ ബന്ധം സ്ഥാപിക്കുവാൻ ഇന്നത്തെ പ്രഭാതം ഈ വചനം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ കരുതുകയാണ്, ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.